Loves, welcome back to our family. അപ്പോൾ ഞാൻ ഇന്ന് പർപ്പിൾ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗേൾസ് സ്കിന്നിനെ ശ്രദ്ധിക്കുന്ന ഗേൾസിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധിക്കാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാര്യം ഞാൻ ആദ്യമേ എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ വാങ്ങാനുള്ള റീസൺ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നുണ്ടോ ഫുള്ള് പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് ആണ്. ഇവിടെ എനിക്കൊരു അരിമ്പാറ ഉണ്ടായിരുന്നു, പാലുണ്ടി എന്നൊക്കെ പറയുമല്ലോ, അതുണ്ടായിരുന്നു. അത് ഞാൻ പോയിട്ട് കരിച്ചു കളഞ്ഞതിന് ശേഷം അങ്ങനെ കരിച്ചു കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ അവിടെ ഒരു കറുത്ത പാടായിട്ട് ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു. ഞാനിപ്പം 2 വീക്സേ ആവുന്നുള്ളൂ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിന് ശേഷം നന്നായിട്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി. സോ അതിന് ശേഷമാണ് ഞാൻ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഭയങ്കര റിസർച്ചും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് എത്തപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഈ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പർപ്പിളിൻ്റെ എലൈറ്റ് മെമ്പർഷിപ്പ് എടുത്തു കേട്ടോ. ഞാൻ കേൾക്കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 300 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അതാകുമ്പോഴത്തേന് നമുക്ക് മിക്ക സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്, ഫ്രീ ഷിപ്പിംഗ് കിട്ടും. അങ്ങനെ ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഞാനത് എടുത്തത്. നല്ല കാര്യമാണ്. എടുത്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ ഇത് വന്നപ്പോഴത്തേന് ഇതിൻ്റെ ബോക്സ് ഒന്ന് ചെറുതായിട്ട് ഡാമേജ് ആയിരിക്കുന്നു, അല്ലാണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എടുത്ത് ഇടുകയോ വയ്ക്കുകയോ അങ്ങോട്ട് ചെയ്തപ്പോഴത്തേന് തട്ടോ പൊട്ടുകയോ അങ്ങോട്ട് ചെയ്തതാണ്. അകത്തുള്ള സാധനങ്ങൾക്കൊന്നും വരാണ്ടിരുന്നാൽ മതി. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ, ഈ സ്കിൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ സ്കിന്നിന് നാച്ചുറലി ഒരു കളറുണ്ട്. ആ കളറ് നമ്മൾ സ്കിന്ന് കെയർ ചെയ്യാഞ്ഞിട്ടും ഈ സൺടാനൊക്കെ അടിച്ചിട്ടൊക്കെയാണ് നാശമായി പോണത്. എനിക്കങ്ങനെയാണ് കേട്ടോ, എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടിട്ടാണ് പറയുന്നത്. ഞാൻ അത്ര ഫെയർ ഒന്നുമല്ല, ഞാൻ ഒരു ഡസ്കി ടോണാണ്, ലൈക്ക് ഒരു ഇരുനിറം മാനിറം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ് എൻ്റെ കളറ്. പക്ഷെ അത് ഫുള്ളായിട്ട് പോയി ഞാൻ ഒരുമാതിരി ഭയങ്കരമായിട്ട് ഡള്ളായി, എൻ്റെ സ്കിന്ന് ഫുള്ളായിട്ട് നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആ തീരുമാനം നല്ലതായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. കാര്യം എനിക്ക് സ്കിൻ കെയറിനെ പറ്റിയിട്ട് യാതൊരുവിധ ധാരണയില്ലായിരുന്നു. പക്ഷേ എൻ്റെ സിസ്റ്ററുണ്ട്, അനിയത്തിയുണ്ട്. അവൾ ഒരുവിധം എല്ലാ ടൈപ്പ് സ്കിൻ കെയർ ഐറ്റംസും യൂസ് ചെയ്യാറുണ്ട്. അവൾ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അവളുടെ ഫേസിൽ അങ്ങനെ ഞാൻ അവളുടെ നോർമൽ സ്കിന്നായിരുന്നു. പക്ഷേ ഏതൊക്കെ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്ത് അവളുടെ സ്കിൻ ഇപ്പോൾ മറ്റേ ഓയിലി സ്കിന്നല്ല, എന്താ പറയുന്നത്, വേറൊരു ടോൺ ആയിട്ടുണ്ട്. എന്തൊക്കെയോ അവൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അത് വരാനുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞിട്ട്, നമ്മൾ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും നമ്മൾ ഒരിക്കലും ആ സാധനം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്താലും ഒരു 3 മാസം അതിൽ കൂടുതൽ അത് യൂസ് ചെയ്യരുത്. ചേഞ്ച് ചെയ്ത് വേറെ പ്രൊഡക്ട്സ്, ഇപ്പം സെറോ ആണെന്നുണ്ടെങ്കിൽ സെറത്തിൻ്റെ 3 മാസം ഒരു ബ്രാൻഡ് യൂസ് ചെയ്തതിന് ശേഷം അടുത്ത ബ്രാൻഡ് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 3 മാസം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടല്ലോ, അതുണ്ടാവും. ഉള്ള കാര്യമാണ് പറയാൻ. കാര്യം ഞാൻ ഏവിയേഷനാണ് പഠിച്ചത്. ആ ടൈമിൽ നമുക്ക് ഗ്രൂമിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കോച്ചസ് വന്നിട്ട് ട്രെയിനിങ് തരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞുള്ള അറിവാണ്. സോ അതുകൊണ്ടിട്ട് ഞാൻ ഒരുവിധം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. മേക്കപ്പ് ഒരു പൗഡറിൻ്റെ അകത്ത് ഞാൻ ഒതുക്കാറുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടിട്ട്. ഇപ്പോൾ പക്ഷേ സ്കിൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പം യൂസ് ചെയ്യാൻ മേടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോട്ട് ആൻഡ് കീയുടെ അത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് പറയാം കേട്ടോ, എങ്ങനെയായിരുന്നു എന്തായിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പം അന്ന് മേടിച്ച സാധനങ്ങളല്ല ഇപ്പോൾ മേടിച്ചിട്ടുള്ള പുതിയ ഐറ്റംസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇതൊരു റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് ഐറ്റംസ് ഒക്കെയാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ സ്കിന്നിനെ എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നാശമായി പോകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത്. ഇത് ഫസ്റ്റ് വൺ ഇതേ കണ്ടോ, ഇത് നമ്മുടെ ഡോക്കിൻ്റെ അൺറാം ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. 5% ഗ്ലൈക്കോളിക് ആസിഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബിക്കോസ് എൻ്റെ സ്കിൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ഇവിടുത്തെ സ്കിന്നല്ല എൻ്റെ ആൻഡ്രാംസിൽ. എൻ്റെ വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് പെർഫ്യൂം അലർജിയാണ്, പക്ഷെ ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സോ നല്ല ഡാർക്കാണ് എൻ്റെ സ്കിന്നിൻ്റെ ഈ ഇവിടുത്തുള്ള കളറേ അല്ല അണ്ടർ ആംസിൽ. നോർമലി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോണിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കും അണ്ടർ ആംസിലും അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഏരിയാസിലൊക്കെ വരുന്നത്. പക്ഷേ എനിക്ക് എന്തോ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്ന ടൈമിൽ ഭയങ്കര തോന്നിയോണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 325 രൂപയാണ്. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ പിന്നെ റിസൾട്ട് പറയാം. എല്ലാം യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ റിസൾട്ട് പറയാമേ. ഇതെന്തുവായിരുന്നു? ഇത് നമ്മുടെ എന്തിൻ്റെയാണിത്? ഡെർമാക്കോണിൻ്റെ പീലിംഗ് സൊല്യൂഷനാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. സോ ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ഇടയ്ക്ക് ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് പറയാം കേട്ടോ. അവൾക്ക് ഓക്കെ ആയിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. യൂസ് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 രൂപ, 600 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അയ്യോ, പിന്നുള്ള ഐറ്റമാണ് മെയിൻ ഐറ്റം. വേണ്ടതാണ് കണ്ട. ഇത് നമ്മുടെ കോസാറക്സിൻ്റെ ടോണറാണ് കേട്ടോ. ക്ലാരിഫയിങ് ട്രീറ്റ്മെൻറ്റ് കോസാറക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ടോണേഴ്സ് ഇല്ല. ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ഇതുണ്ടല്ലോ, റോസ് വാട്ടറാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കൊരു നല്ല ടോണർ യൂസ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ കോസാറക്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് കോസാറക്സ് എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ? കാണാമോ? സോ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാമേ. ഇത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡെന്ന് ഞാൻ പറയാൻ കാര്യം ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ്. മെയ്ഡിൻ്റെ എവിടെയാണെന്ന് നോക്കട്ടെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. 150 ml ആണ് വരുന്നത്. സംഭവം കൊറിയയിലാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. കൺട്രി ഓഫ് ഒറിജിൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് നവംബർ 2023 അത്യാവശ്യം റേറ്റുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ടോണർ. കോസാറക്സിൻ്റെ ഈ ഒരു ടോണർ 1090 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1090 രൂപയാണ്. യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. സ്മെല്ല് ഭയങ്കര സ്മെല്ലൊന്നുമില്ല, ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. എന്ത് സ്മെല്ലാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. സോ അവിടെ ഇരിക്കട്ടെ. പിന്നുള്ള 2 ഐറ്റംസ്, അതും ഇതും തേണ്ട നമ്മുടെ കോസാറക്സിൻ്റെ തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നമ്മുടെ കൊറിയൻ ബ്രാൻഡാണ്. ഇതിൻ്റെ റേറ്റ് കോസാറക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ ഓൾ ഇൻ വൺ ക്രീം, അഡ്വാൻസ്ഡ് സ്നെയിൽ 92 ഓൾ ഇൻ വൺ ക്രീം. അതായത് നമ്മുടെ സ്നെയിൽ ഒച്ചുണ്ടല്ലോ, ഒച്ചിൻ്റെ ഒരു ക്രീമാണ്. പലരും ഇത് റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ജെന്യൂൻ റിവ്യൂ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, പ്രൊമോഷൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ജെന്യൂൻ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. ഞാൻ റിവ്യൂ കണ്ടിട്ടാണ് സാധനം മേടിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു പാക്കേജിങ് ആണ് വരുന്നത്. ഇതും അത്യാവശ്യം റേറ്റുള്ള ഐറ്റമാണ് കേട്ടോ. ഒറിജിൻ കൊറിയ ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 1650 രൂപയാണ്. അത്യാവശ്യം റേറ്റുള്ള ഐറ്റമാണ്. നമുക്ക് ഒരു മാസ്ക് പോലെയൊക്കെ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഇന്ന് ഞാൻ പലരുടെയും വീഡിയോയിൽ കണ്ടു 92% സ്നെയിലിൻ്റെ ആ ഒരു വഴുവഴുപ്പുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് പറയാം കേട്ടോ. ഇതും അത് തന്നെയാണ്. നമ്മുടെ കോസാറക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ 96% മച്ച് പവർ എസൻസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും അത്യാവശ്യം റിവ്യൂ ഉള്ള ഒരു ഐറ്റം ആയതു കൊണ്ടിട്ടാണ് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1450 രൂപയാണ്. യൂസ് ചെയ്തതിന് ശേഷം ഞാൻ റിസൾട്ട് പറയാം. പറഞ്ഞിട്ട് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. കാര്യം ഇത്രയും എമൗണ്ട് കൊടുത്ത് മേടിക്കുമ്പോൾ
അതിനുള്ള റിസൾട്ട് ഉണ്ടോ എന്ന് അറിയണ്ടേ. എൻ്റെ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നോർമൽ സ്കിൻ ടൈപ്പാണ്. ഇടയ്ക്ക് എനിക്ക് ഓയിലി ഫീലൊക്കെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ള റിസൾട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച കുറേ ദിവസം കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത്രയും ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. എനിക്ക് എൻ്റെ കയ്യിൽ ബഡ്ജറ്റൊക്കെ ഒത്ത് വന്നപ്പോഴത്തേനും ഞാൻ പർച്ചേസ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ആയാലും എങ്ങനെയൊക്കെ ആയാലും ഞാൻ റിസൾട്ട് പറയാം കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പറയുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് പറയണേ. എല്ലാ ഐറ്റംസിൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഡേ നമ്മുടെ ഡേംഡോക്കിൻ്റെ ഈ ഒരു അണ്ടറാം ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനറിയാം, ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ ടൈപ്പുമായിട്ട് മാച്ച് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയാം. പിന്നുള്ള ഐറ്റം ഇത് പീലിംഗ് മാസ്ക്, പീലിംഗ് സൊല്യൂഷൻ. ഇതും അതുപോലെ തന്നെ ഡെർമാക്കോൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് 599 രൂപയാണ്. 599 ആണ് റേറ്റ് വരുന്നത്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. 30% ആണ് വാങ്ങിയിട്ടുള്ളത്. അവൾ പറയുന്ന കേട്ടു 30% ഒന്നും നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല എന്ന്. സോ എന്തായാലും ഞാൻ യൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിസൾട്ട് പറയാം. ഇനി അങ്ങോട്ടുള്ള കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. സോ അങ്ങോട്ടുള്ള വീഡിയോസിൽ നമുക്ക് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു ഐറ്റം കോസാറക്സിൻ്റെ ടോണറാണ്. ക്ലാരിഫയിങ് ട്രീറ്റ്മെൻറ്റ് ടോണർ എന്ന് കൊടുത്തിട്ടുണ്ട്. AHA കൊടുത്തിട്ടുണ്ട്. എന്താണോ എന്തോ, എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം. നമ്മൾ ലോ PHA കൊടുത്തിട്ടുണ്ട്. ഫോർമുല മെയ്ഡ് ചെയ്ത് ദൈവത്തിനറിയാം. എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത്, റേറ്റ് എത്രയായിരുന്നു? 1090 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നുള്ളത് നമ്മുടെ സ്നെയിൽ എസൻസ് ആണ്. കോസാറക്സിൻ്റെ തന്നെ സ്നെയിൽ എസൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ റേറ്റ് ഞാൻ പറയണെങ്കിൽ, ഇതിൻ്റെ നമ്മുടെ ഡെർമാക്കോൻ്റെ സ്നെയിൽ എസൻസ് ഞാൻ ഇന്നലെ സിസ്റ്ററിൻ്റെ അടുത്ത്, എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ അടുത്ത് പോയപ്പോൾ അവളുടെ കയ്യിരിക്കുന്നുണ്ട്. ഇതിനൊരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് പറയാം. നോക്കട്ടെ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത്. ഇങ്ങനെയാണ് വരുന്നത്. ഐറ്റം വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ സ്മെല്ല് കണ്ട, നമ്മുടെ ആ ഒച്ചിൻ്റെ ആ ഒരു വഴുവഴുപ്പുള്ള കണക്കാണ് ഇങ്ങനെ തട്ടുമ്പോൾ ഉള്ളത്. പക്ഷെ വീഡിയോ കാണിച്ച കണക്കൊന്നും അല്ല കേട്ടോ. നമുക്ക് തൊടാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ തട്ടിയാണ് പലരും വീഡിയോയിൽ കാണിച്ചത്. അതാണ് ഞാൻ തട്ടി നോക്കിയത്. പക്ഷെ സംഭവം ഒരുമാതിരി വൃത്തിയായിട്ട് പാടാം. ഒരുമാതിരത്തെ സ്മെല്ല്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതിന് എനിക്കറിയാൻ വയ്യ. കൊള്ളൂല്ല സ്മെല്ല് എനിക്കിഷ്ടമായില്ല. ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യണ ഒരു തിക്കായിട്ടുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അറിയാം, തൊടുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു വഴുവഴുപ്പുള്ള സാധനമാണ് എന്നുള്ള കാര്യം അറിയാം. നമുക്ക് മറ്റേതും കൂടെ ഓപ്പൺ ചെയ്ത് അത് നോക്കട്ടെ. ഇതും ഇതുപോലെ തട്ടി അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിയത് ഇത് മറ്റേനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. രണ്ടിന് സ്മെല്ലൊന്നും ഇല്ലടാ. പക്ഷെ ഒരുമാതിരി വൃത്തികേട്ട എനിക്ക് ആ ഒച്ചിനെ കുറിച്ച് ഓർക്കുന്നതുകൊണ്ടിട്ടാണോന്ന് അറിയത്തില്ല. ഒച്ചിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. ഞാൻ അതാണല്ലോ എന്ന് ആലോചിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇത് കുറച്ച് തിക്കാണ്. കണ്ടോ? എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം. ഇത് എന്തായാലും ഞാൻ ഉപയോഗിച്ചു ലാസ്റ്റ് വെളുക്കാൻ തേച്ചത് പാണ്ടാവാണ്ടിരുന്നാൽ മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഞാൻ യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് പറയാം പിള്ളേരെ. അപ്പോൾ ശരി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.